അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമുക്ക് അറബി അക്ഷരങ്ങളെ വളരെ സിമ്പിളായിട്ട് മനോഹരമായിട്ട് എഴുതാൻ പഠിക്കാം. അപ്പോൾ ഇന്ന് ബേസിക്കായ അറബി അക്ഷരത്തിലെ 28 അക്ഷരങ്ങളാണ് എഴുതാൻ പോകുന്നത്. ശരിക്ക് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ തുടക്കം മുതലുള്ള ഒന്നാമത്തെ അക്ഷരം മുതൽ ആ അക്ഷരം മാത്രമേ പറയുന്നുള്ളൂ. ആ അക്ഷരം എഴുതേണ്ട ഘടനകൾ, അതിൻ്റെ ഓരോന്ന് അക്ഷരങ്ങൾ വേറിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് കുറഞ്ഞ ക്ലാസ്സുകളെ കൊണ്ട് ഇടയ്ക്കൊന്ന് അതിൻ്റെ നിയമങ്ങളും ആ എഴുതേണ്ട രൂപങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഒന്ന് പിന്നെ റഫ് നോട്ടിലോ മറ്റോ ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുക. കൂടുതലൊന്നും പഠിക്കണ്ട, എങ്കിലും നമ്മൾ പിന്നെ പറയുന്ന നിയമങ്ങൾ അതാത് മനസ്സിലാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി ശ്രമിക്കുകയും രക്ഷിതാക്കൾ മക്കളൊക്കെ എന്ത് ചെയ്യുക, ഓരോ അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ രൂപത്തിൽ തന്നെ പഠിക്കുക. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും ഒക്കെ ചെറിയ ക്ലാസ്സിൽ തന്നെ ഇപ്പം തന്നെ പഠിച്ചു വെച്ചാൽ അത് പിന്നെ കാലാകാലം നമുക്ക് ഉപകരിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസഹഫൊക്കെ ഉണ്ടല്ലോ, ആ മുസഹഫിലെ പ്രിൻ്റ് അല്ലേ, അത് വളരെ മനോഹരമായിട്ടുള്ള രൂപത്തിലാണ്. അപ്പോൾ ഏകദേശം ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് നമ്മുടെ എഴുത്തുകളെ മാറ്റാൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്, തീർച്ചയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും എന്നെക്കൊണ്ട് സാധിച്ചില്ലെങ്കിലും എന്നെക്കൊണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു ഘടന ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം നമുക്ക് പിന്നെ അലിഫാണ്. അലിഫ് സാധാരണ എഴുതുന്ന പോലെ എന്ത് ചെയ്യുക, അലിഫ്, പിന്നെ അത് കഴിഞ്ഞാൽ ബ, ബ, അലിഫ് ബ, ത, സ, ജീം, ഈ അക്ഷരങ്ങൾ എന്ത് ചെയ്യുക, ഈ രൂപത്തിൽ തന്നെ പഠിക്കുക. അപ്പോൾ ഇത് പ്രയാസം ഉണ്ടാവില്ല. അലിഫ് ബ, അലിഫ് ബ, ത, സ, ജ, ജ, ജീമും ഹും ഖാഉം ഒരേപോലെയാണ്. ഹ, ഖ. ഇനി ദാൽ എഴുതുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ദ നമ്മൾ സാധാരണ റൗണ്ട് ഇട്ടൊക്കെയല്ല, അങ്ങനല്ല, ആ രൂപത്തിലല്ല. ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ദാൽ എഴുതേണ്ട രൂപം ദ അല്ലേ, ഫത്ത് കിട്ട ദ, 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 ദാൽ, ദാൽ. ഇനിയോ, ഇനി അടുത്ത അക്ഷരം റോവും സവും അല്ലേ. ഇത് രണ്ടും ഒരേപോലെ എഴുതുക. പക്ഷേ ഈ എഴുതുമ്പോൾ നമ്മൾ ആ ഒരു പിന്നെ മുസാഫിലൊന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസാഫിലൊക്കെ ശരിക്കും നോക്കിയാൽ റോയിൻ്റെ ഘടന അതിനൊരു 3 പിന്നെ ഒരു ലൈനുള്ള പോലെയാണ്. ഉദാഹരണത്തിന് ഇതാ, ഇതൊന്നും കിട്ടേ അല്ലേ, പിന്നെ കുറഞ്ഞൊരു ചെരിവ് ഇങ്ങോട്ട്, പിന്നെ നേരെ അങ്ങോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ സവും, ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. ഒന്നുകൂടിയും സ എഴുതുന്നു, കുറഞ്ഞൊരു ചെരിവ്, നേരല്ല കുറഞ്ഞൊരു ചെരിവ്, പിന്നെ എഴുതുന്ന ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊരു ചെരിവ് എന്ന് പറഞ്ഞാൽ നേരെ വരുന്ന രൂപമല്ല, ഇങ്ങനല്ല, നേരെ വരുന്ന രൂപമല്ല. സ്ക്രീൻ കാണുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യുക, നേരല്ല കുറഞ്ഞൊരു ചെരിവ് ഇങ്ങോട്ട്, ചെറിയ നേരിയ ചെരിവ്, പിന്നെ ഒന്ന് എന്ത് ചെയ്യുക, ഈ ഭാഗത്തേക്ക് പിന്നെ ഇങ്ങോട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി എഴുതുകയാണ്. ഒരു 3 പിന്നെ ഇതൊന്ന് ഫസ്റ്റ്, സെക്കൻഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ട് പിന്നെ ഒന്ന് നേരെ വരിക.
പുള്ളിയിട്ട് കൊടുക്കുകയാണെങ്കിൽ പുള്ളിയിട്ട് കൊടുക്കുക. അപ്പോൾ സ എന്ത് ചെയ്യുക, പുള്ളിയിട്ട് കൊടുക്കുക. ഇനി അടുത്ത അക്ഷരം സീനാണ് അല്ലേ. ഈ സീൻ എഴുതുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാ ഈ രൂപത്തിൽ കൊണ്ടുവരിക, ഇങ്ങനെ ഇട്ടേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സീൻ ഒന്നുകൂടിയും നേരത്തെ റായിനിട്ടതുപോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇട്ടേക്കുക. റായിൻ്റെ ഈ ഒരു ഇത്, പിന്നെ അവിടുന്ന് കുറഞ്ഞ് ഇങ്ങോട്ട് കിട്ടുക. ഈ വരമ കൂടെ തന്നെ എഴുതണം കേട്ടോ. പിന്നെ നേരെ എന്ത് ചെയ്യുക, കൈ എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ ഏതാണ്ട് രൂപം മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുകയാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യുക, പുള്ളിയിട്ട് കൊടുക്കുക. ഷീൻ, സീൻ, ഷീൻ. അപ്പോൾ ഈ അക്ഷരം എന്ത് ചെയ്യുക, ഇതുപോലെ എഴുതി പഠിക്കുക. ഒന്നും കൂടി എഴുതുന്നു, സീന്, ഷീന്, ഒരു ഈ രൂപത്തിൽ എഴുതണം. ഇതാണ് സീനും ഷീനും. സീന്, ഷീന് അല്ലേ, സ, ഷ. അപ്പോൾ ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. നമുക്ക് ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, പിന്നെ കൂട്ടി എഴുതാനുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി സീനും ഷീനും കഴിഞ്ഞാൽ പിന്നെ സ്വാദ്. ഈ രൂപത്തിൽ എഴുതുക. എന്താ സ്വാദ് ഇങ്ങനെ ഇട്ടേക്കുക. പിന്നെ എന്ത് ചെയ്യുക, സീനിനെ കൊണ്ടുവന്ന പോലെ ഇപ്പം എന്തായി, സ്വാദായി, സ്വാ അല്ലേ. അതേപോലെ തന്നെ ലോദം എഴുതുക, ഇങ്ങനെ ഇട്ടേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് വല്ലാതെ ഈ ഭാഗം എന്ത് ചെയ്യണ്ട, വല്ലാതെ മേലോട്ട് കൊണ്ടുവരണ്ട. ഈ രൂപത്തിൽ എന്ത് ചെയ്താൽ ഈ വരൻ്റെ ഈ ലെവലിൽ വരുന്ന രൂപത്തിൽ എഴുതിയാൽ മതി. ഇതാണ് സ്വാദ് അല്ലേ. ലോദാകണമെങ്കിൽ എന്ത് ചെയ്യുക, പുള്ളിയിട്ട് കൊടുക്കുക. അപ്പം എന്തായി, സ്വാദായി, ലോദായി. ഇതേപോലെ തന്നെയാണ് ത്വാഉം ലാഉം എഴുതേണ്ടത്. ത്വാ എങ്ങനെ ചെയ്താൽ ഇതേപോലെ ഇട്ടെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ നടുവിൽ ഈ സെൻറ്ററിലല്ല, കുറഞ്ഞൊരു ഭാഗത്ത് എന്ത് ചെയ്യുക, ത്വാ ഫത്തിട്ട ത്വാ. അതേപോലെ തന്നെ ല അല്ലേ. ഒന്നുകൂടി ത്വാ, ല, ത്വാ, ല. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരക്ഷരം അലിഫ്, ബ, ത, ഫ, ജ, ഹ, ഖ, ദ, ذ, റ, സ, സ, ഷ, ص, ള, ط, ല, ല. അപ്പോൾ ഈ അക്ഷരങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഐന് അല്ലേ, ഐന് എഴുതുമ്പോൾ ഇങ്ങനെ ഇട്ടെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഐൻ. ഒന്നുകൂടി ഓയിൻ, ഐൻ, ഓയിൻ. ഫ, ഫ ല. ഈ ഫാവും ഫും ഖാഫും മാറ്റമുണ്ട്. ഫ നേരെ വരയിലൂടെ എന്ത് ചെയ്യുക, വരഞ്ഞു കൊടുക്കുക.
ഖാഫ് എഴുതുമ്പോൾ ഖാഫ് ഖ ഫ ഖ. ഒന്നുകൂടി ഖാഫ് എഴുതുന്നു. ഖ. അതുപോലെ തന്നെ കാഫ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു വര, ആ വര പിന്നീടാണ് ഇട്ട് കൊടുക്കേണ്ടത്. കാഫ്. ഒന്നുകൂടി എഴുതുന്നു. വര ഇട്ട് കൊടുക്കുക. കാഫ്. ഇനിയോ മറ്റേ ഒറ്റക്ക് എഴുതുമ്പോൾ എഴുതുന്ന കാഫാണെങ്കിൽ ലാമല്ല, ലാം ഒന്നും കൂടി ദീർഘമായിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, ഫത്തട്ടാൽ ഖ ല ഖ ഖ ഖ ഖ ല. ഇനി അടുത്ത അക്ഷരം ലാമാണ് അല്ലേ. ലാം എങ്ങനെ എഴുതുക? ആ വരൻ്റെ കുറച്ച് താഴോട്ട് ഒരു ചൂണ്ടകൊക്കയെ പോലെ ആ രൂപത്തിൽ എഴുതുക. ഒന്നുകൂടി കാഫിനെ പോലെ ഈ ഇതിൻ്റെ ദൈർഘ്യം കുറച്ച് കുറയ്ക്കുക, അടിയിലൂടെ എടുക്കുകയും ചെയ്യുക. ലാം ഒന്നുകൂടി എഴുതുന്നു. ല ല ക ല. ഇനി അടുത്ത അക്ഷരം മീമാണ്. മീം എഴുതുമ്പോൾ ഇങ്ങനെ ഒരു പൂജ്യം ഇതിട്ട് കൊടുക്കുക. ഈ രൂപത്തിൽ കുറഞ്ഞൊരു ചെരിഞ്ഞ ലെവലിൽ എഴുതുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആദ്യം ഈ ഒരു രൂപത്തിൽ എഴുതുക, ഒരു ഹാഇനെ പോലെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നുകിൽ ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ പിരിഞ്ഞ് വേറെ രൂപമുണ്ട്. എന്താ അങ്ങനെ ഈ ഒരു മീമുണ്ട്. എങ്ങനെ മീം പല രൂപത്തിൽ വരാറുണ്ട്. ഒരു വര, പിന്നെ ഇങ്ങോട്ട്, എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി എഴുതുന്നു മീം അല്ലേ. ഈ രൂപത്തിൽ എഴുതാറുണ്ട്. സാധാരണ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. അതിന് കൂട്ടി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് പറയാം. ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെയോ എഴുതാറുണ്ട്. ഇനി അടുത്ത അക്ഷരം നൂനാണ്. നൂൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നൂനിന് കുറഞ്ഞ നടുവിലല്ല ശരിക്കും പുള്ളി ഇടേണ്ടത്. കുറഞ്ഞ ഈ വലത് ഭാഗത്തേക്കായിട്ടാണ് പുള്ളി ഇടേണ്ടത്. നൂൻ. ഒന്നുകൂടി നൂൻ. അടുത്ത അക്ഷരം വാവ്. വ. നമ്മൾ നേരത്തെ റോ പറഞ്ഞതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. ആ 3 സ്റ്റെപ്പായിട്ടാണ് എഴുതേണ്ടത്. അതിനെന്ത് വാവിന് ഒരു സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് 3. ഈ ഒരു ലെവലിൽ രണ്ടാമത്തെ പിന്നെ ഒന്ന് നേരായിട്ട് വരിക. ആ ഖുറാനിൽ ശരിക്കും നോക്കിയാൽ നമുക്ക് അതിൻ്റെ യഥാർത്ഥ ശരിക്കുള്ള രൂപം നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ആ ഒരു ഘടന നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക, ആ രൂപത്തിൽ എഴുതി പഠിക്കുക. നമ്മൾ സാധാരണ ഇടൽ ഈ രൂപത്തിലാണ്. ചിലപ്പോൾ അങ്ങനെ ഇട്ടൊക്കെയാണ്. അങ്ങനെയല്ല, ഈ രൂപത്തിൽ തന്നെ എഴുതി പഠിക്കണം. എഴുതി പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ അക്ഷരങ്ങളെ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ എന്ത് ചെയ്യുക, എപ്പോഴും എഴുതുന്നതാണല്ലോ. അപ്പോൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഈ രൂപത്തിലുള്ള അക്ഷരങ്ങളൊക്കെ നമ്മൾ എഴുതി പഠിക്കുക.
ഇനി അടുത്ത അക്ഷരം ഹ ആണ്. ഹ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദാല് ആദ്യം എഴുതാം. ദാല് നേരത്തെ ദാല് പറഞ്ഞതുപോലെ ദാൽ അല്ലേ, ഇങ്ങനെ ദാലിടുക. അത് എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതുക. ഈ ദാലിൻ്റെത് കുറച്ച് വലുപ്പത്തിലും ഈ ഭാഗത്ത് കുറഞ്ഞ ചെറിയ രൂപത്തിൽ എഴുതുക. ഒന്നുകൂടി ഇങ്ങനെ ഇടുക. അതിന് കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുമേ. അപ്പോൾ ഈ രൂപത്തിലാണ് ഹ എഴുതേണ്ടത്. ഒന്നുകൂടി എഴുതുന്നു, ഇങ്ങനെ ഇടുക, എഴുതാം. പിന്നെ അതിങ്ങനെ എഴുതി പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഈ രൂപത്തിലാണ് ഹ എഴുതേണ്ടത്. കാണുന്നുണ്ടാവും, സ്ക്രീനിൽ ശരിക്കും കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒന്നുകൂടി കാണിക്കുന്നു. ദാലിട്ടക്കുന്നു, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ആ ഒരു രൂപത്തിൽ ഈ രൂപത്തിൽ എഴുതുക. യ എഴുതുമ്പോഴും നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ എഴുതുക. അതിൻ്റെ ആ താഴോട്ടുള്ളത് അത് താഴോട്ടിൻ്റെ വരയുടെ ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോഴും ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇപ്പോൾ താഴോട്ട് പോയത്. ഇപ്പോൾ ഇതിൽ എഴുതിയപ്പോൾ കാഫ് താഴോട്ട് പോയിട്ടില്ല, ഖാഫാണ് പോയത്. ഇത് ഖാഫാണ് അല്ലേ. ഫ പോയിട്ടില്ല, വരയിലൂടെ തന്നെയാണ് പോയിട്ട്. അതുപോലെ തന്നെ ഈ കാഫ് എഴുതിയപ്പോൾ പോയിട്ടില്ല, ലാം എഴുതിയപ്പോഴാണ് അതിൻ്റെ ആ കൊക്ക താഴോട്ട് പോയിട്ടുള്ളത്. മീമ് അത് ചെറിയ നിലയ്ക്ക് പോയിട്ടുള്ളൂ, അത് എന്ത് ചെയ്യില്ല, കൂട്ടി എഴുതുമ്പോൾ പോവില്ല. പിന്നെ ഈ താഴോട്ടുള്ള മീമാണെങ്കിലേ പോവുകയുള്ളൂ. മീം അവസാനം ഈ മീം എഴുതുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ മീം എഴുതാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് കൂട്ടി എഴുതുമ്പോൾ ഓരോ അക്ഷരങ്ങൾ എങ്ങനെ എഴുതേണ്ടതെന്നുള്ള ഏകദേശ രൂപങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നൂന് താഴോട്ട് പോയിട്ടുണ്ട്. വാ അല്ലേ, ഹ ആ ഒരു ലെവൽക്കാണ് വന്നിട്ടുള്ളത്. യ അല്ലേ, ഇപ്പോൾ ഏകദേശം 28 അക്ഷരമായിട്ടുണ്ടാവില്ല അല്ലേ. ആ ഓർഡറിലാണ് ഏകദേശം എഴുതിയിട്ടുള്ളത്. ഇനി ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുണ്ടോയെന്ന് ഓർമ്മയില്ല. പിന്നെ അപ്പോൾ ഏകദേശം ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ എല്ലാ അക്ഷരങ്ങളും ആയിട്ടുണ്ട്. പിന്നെ 28 അക്ഷരങ്ങളായിട്ടുണ്ട്. അപ്പോൾ 28 അക്ഷരമാണ് നമ്മൾ പഠിച്ചത്. ആ 28 അക്ഷരം ഒന്നുകൂടി ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ഒന്നുകൂടി ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതുകയാണ്. അലിഫ്, ബ, ത, ഫ, ജ, ഹ, ഖ, എ, ബ, ത, ഫ, ജ, ഹ, ഖ. ദ, മേലെ പുള്ളി അല്ലേ, ദ, റ, സ, സ, ഷ, ص، ل، ص، ل، ط، ل، ط، ل. عين، غين،
ഖ ഖ ഖ അല്ലേ രണ്ടും ഒരേപോലെ എഴുതി മാത്രം. ല മ ന വ ഹ യ ടോട്ടൽ 28 അക്ഷരങ്ങളാണുള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 പിന്നെ 23 24 25 26 27 28 പിന്നെ ഒരക്ഷരമുള്ളത് ലേ ലാം അലിഫിലെ ലാം അലിഫ്. അത് എഴുതേണ്ട രൂപം ഇങ്ങനെയാണ്. ഈ രൂപം ഇവിടെ നിന്ന് എഴുതിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ലാം ഒന്നുകൂടി ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ചെറിയ ഒരു നിലക്ക് ഇവിടെ ഒരു എന്താണ് ഒരു ഇതുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഒന്ന് ശരിക്കും നോക്കിയാൽ മതി. ഇതാണ് ലാം ലാം അലിഫ് ലേ ലാ ലാ യഅലമു. അപ്പോൾ ഇതാണ് ഈ രൂപം എന്ത് ചെയ്യുക, ഒന്ന് എഴുതി പഠിക്കുക. ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി പഠിക്കുകയും പിന്നെ മക്കളെ കൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, എഴുത്തറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ രൂപത്തിലേക്ക് ഒന്ന് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. അത് ഇൻഷാ അല്ലാഹ് 1ലും 2ലും ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളിലും ഇത് എഴുതാൻ നമുക്ക് പിന്നെ സഹായകരമാകും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരമാവധി എന്ത് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുക, അവരുടെ രക്ഷിതാക്കൾക്ക് ഇതൊക്കെ ഒന്ന് അയച്ച് കൊടുത്ത് എല്ലാ കുട്ടികൾക്കും അവരുടെ എഴുത്തുകൾ വന്ന് ഭംഗിയാക്കാൻ ഇത് സഹായകരമാകും. തുടർന്നുള്ള ക്ലാസ്സുകളും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ ആ കൂട്ടി എഴുതുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ എഴുത്തുകൾ തന്നെ എന്ത് ചെയ്യും, വളരെ മനോഹരമാക്കി നമുക്ക് സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.